guys, welcome back to my YouTube channel Akita's Journey. ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു അടിപൊളി സെലിബ്രിറ്റി ടാൻ റിമൂവൽ ഒരു സ്ക്രബും ആണ്, അതുപോലെ തന്നെ ഒരു മാസ്കും ആണ് കേട്ടോ. അപ്പോൾ രണ്ടായിട്ടും വർക്ക് ചെയ്യുന്ന ഒരു അടിപൊളി സ്കിൻ കെയർ ഹാക്കുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് റിവീൽ ചെയ്തത് വേറെ ആരുമല്ല, നമ്മുടെ ഒരു ബോളിവുഡ് ആക്ട്രസ് അവനീത് കൗർ എന്ന് പറഞ്ഞ ഒരാൾ സജസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി ടാൻ റിമൂവൽ മസ്റ്റ് ട്രൈ ആയിട്ടുള്ള പാക്കാണ് കേട്ടോ. സോ മിക്കവരും തന്നെ കേട്ടിട്ടുണ്ടായിരിക്കും കോറ ടർമറിക് പാക്ക്. വേറൊന്നുമല്ല, നമ്മൾ യൂസ് ചെയ്യുന്ന മഞ്ഞൾ, നിങ്ങൾക്ക് കസ്തൂരി മഞ്ഞൾ എടുക്കാം, അതേപോലെ തന്നെ ഓർഗാനിക്, അതായത് നമ്മൾ വീട്ടിൽ പൊടിക്കുന്ന നമ്മൾ കറിക്ക് യൂസ് ചെയ്യുന്ന മഞ്ഞളും എടുക്കാം. ഇത് നന്നായിട്ട് ബേൺ ചെയ്തിട്ട് ഒരു കരി പോലെ, അതിന് കുറച്ചും കൂടെ കളർ നന്നായിട്ട് മാറ്റി ഒന്ന് കരിച്ചെടുത്തിട്ട് ഉണ്ടാക്കുന്ന ഒരു പാക്കാണ് കേട്ടോ. കുറച്ചും കൂടി ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്തിട്ട് അടിപൊളിയാണ്, ടാൻ മാറും. ഞാൻ ഇന്നത് എൻ്റെ കയ്യിലിട്ടാണ് കേട്ടോ കാണിക്കുന്നത്. ഞാൻ ജസ്റ്റ് സ്ക്രബ് ചെയ്യുന്നുണ്ട്, അതേപോലെ കുറച്ച് നേരം പാക്കായിട്ട് വെച്ചിട്ട് ഒന്ന് സ്ക്രബ് ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ആ വ്യത്യാസം കാണാൻ വേണ്ടി പറ്റും. സോ ആളെന്താണ് ഈ ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നമുക്ക് കേൾക്കാവേ. जो मेकअप करने से पहले आई हैव डन अ मास्क ऑलरेडी व्हिच आई वांट टू टॉक अबाउट. इट्स कॉल्ड द कोरा टर्मरिक मास्क and to every girl out there, literally I would suggest you this because no facial, nothing going on over there, and I was tanned like anything. So I was, which literally basically 5 minutes scrub, 15 minutes mask, and you're just done. ഓക്കെ, അപ്പോൾ ആൾ പറയുന്നത് ഇറ്റ്സ് ലിറ്ററലി റിമൂവ് എല്ലാ ടാനും മാറ്റും, അതുപോലെ അതൊരു സ്ക്രബാണെന്നും കൂടെ കേട്ടോ പറയുന്നത്. സോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസാണ് വേണ്ടതെന്ന് കണ്ടാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യത്തെ ഇൻഗ്രീഡിയൻസ് പറഞ്ഞാൽ ഞാൻ നമ്മുടെ ഓർഗാനിക് മഞ്ഞൾ, അല്ലെങ്കിൽ നിങ്ങൾ കസ്തൂരി മഞ്ഞൾ എടുക്കാം, ഒരു പാനിലിട്ട് നന്നായിട്ട് ബേൺ ചെയ്ത് കരിക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ കരിച്ചെടുത്തിരിക്കുന്നതാണ് ഞാനിത്. ഇനി അടുത്ത ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് ഒരു ഹാഫ് ലെമൺ ആണ് കേട്ടോ. അടുത്ത ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ആണ്. അടുത്ത ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് വേണ്ടത് തൈരാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ തൈരും എടുത്തിട്ടുണ്ട്. സോ നമുക്കിനി വേണ്ട അടുത്ത ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറഞ്ഞാൽ ഹണിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഏത് ബ്രാൻഡിൻ്റെ ഹണി വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. നമുക്കറിയാം നമ്മുടെ സ്ക്രബ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരു മോയ്സ്ചറൈസിങ് എഫക്റ്റും കൂടെ വേണമെന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് ഹണി നമ്മളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതുപോലെ തന്നെ അതൊരു ആൻറ്റി ഓക്സിഡൻറ്റും കൂടിയാണ്. ഇനി നമുക്കത് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. ഓക്കെ, നമ്മുടെ ആദ്യത്തെ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള നമ്മുടെ ടർമറിക്ക് നന്നായിട്ട് ബേൺ ചെയ്തിട്ടുള്ള ഞാൻ 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു കൈക്കുള്ളത് മാത്രമേ എടുക്കുന്നുള്ളൂ, ഒരു കയ്യിലേ ഞാൻ അപ്ലൈ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ടാണ് അത് നമുക്കിതിലേക്ക് ഇടാം. ഇനി അതിലേക്ക് മിക്സ് ചെയ്യാൻ ആവശ്യത്തിന് ഞാൻ ഒരു 1/2 ടേബിൾ സ്പൂണോളം തൈരാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതും കൂടെ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/4 ടേബിൾ സ്പൂണോളം ഹണി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി ഞാൻ അടുത്ത് ചേർക്കാൻ പോകുന്നത് ലെമണാണ് കേട്ടോ. ലെമണും ഞാൻ ഏകദേശം ഒരു 1/2 ടേബിൾ സ്പൂണോളം തന്നെ ഞാൻ സ്ക്യൂസ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരുപാട് വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ഒരുപാട് ലിക്വിഡ് ആയിപ്പോൾ സ്ക്രബ് ആയതുകൊണ്ടാണ് ഞാനെല്ലാം കുറച്ച് ചേർക്കുന്നത്. അങ്ങനെ നമ്മുടെ ലാസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് കൂടെ ഞാൻ ആഡ് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കുഞ്ഞ് സാഷറ്റ് പാക്കറ്റ് എടുക്കാം. ഓക്കെ, അതും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് ഇതിലേക്ക്. സോ ഇനി നമുക്കിത് ഓൾ ടുഗെദർ ഞാൻ ഇത് മിക്സ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ കൺസിസ്റ്റൻസി ഞാൻ കാണിച്ചു തരാവേ. ഓക്കെ, അപ്പം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇതാണ് കേട്ടോ. ഇത്ര നല്ല തിക്ക് കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് കിട്ടാനായിട്ട്, കാരണം ഇത് ഒരു സ്ക്രബ് ആയതുകൊണ്ട് കേട്ടോ. ഓക്കെ, നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് സ്ക്രബാണ്. അത് മാസ്ക് ആയിട്ട് യൂസ് ചെയ്യാം, സ്ക്രബായിട്ടും യൂസ് ചെയ്യാം. ഞാനിപ്പോൾ അത് എൻ്റെ ഒരു കയ്യിൽ യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ബിഫോർ ഞാൻ എൻ്റെ കൈയുടെ കളർ നിങ്ങൾക്ക് കാണിച്ചു തരുവാണ്. ഞാൻ എൻ്റെ ഈ ഇടത്തെ കയ്യിൽ മാത്രം അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാവേ. ഞാൻ കുറച്ച് എമൗണ്ടിൽ മാത്രമേ അപ്ലൈ ചെയ്യുന്നുള്ളൂ. ഞാൻ 50 മിനിറ്റ്സ് ഞാനത് വെക്കും, എന്നിട്ടൊരു 5 മിനിറ്റ്സോളം ഞാനിത് സ്ക്രബ് ചെയ്യും കേട്ടോ. അപ്പോൾ ഞാനിതെൻ്റെ കംപ്ലീറ്റ് എൻ്റെ കയ്യിലൊന്ന് അപ്ലൈ ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പം ഞാൻ എൻ്റെ ഒറ്റ കയ്യിൽ മാത്രം ഞാനത് അപ്ലൈ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഏകദേശം 50 മിനിറ്റ്സോളമാണ് ഞാനിത് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് ഞാനൊരു 5 മിനിറ്റ്സ് ഇത് സ്ക്രബും കൂടെ ചെയ്യും. അപ്പോൾ ഞാനിത് ഉണക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ബിഫോർ ആൻഡ് ആഫ്റ്റർ ശരിക്കും മനസ്സിലാവും. ഓക്കെ ഗായ്സ്, അപ്പോൾ ഏകദേശം 20 മിനിറ്റ്സോളം എടുത്തു കേട്ടോ എൻ്റെ കൈ ഒന്ന് ഡ്രൈ ആവാനായിട്ട്. ഇനി ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് സ്ക്രബ് ചെയ്ത് കാണിക്കാം. ഏകദേശം ഒരു 2 to 3 മിനിറ്റ്സോളം ഞാൻ സ്ക്രബ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനിഷ്യലി ഞാൻ നിങ്ങളൊന്ന് കാണിക്കാം. അപ്പോൾ നിങ്ങളിത് ഫേസിലാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഇതുപോലെ വിഗ്രസ്ലി നിങ്ങൾ നന്നായിട്ട് ഇതുപോലെ സ്ക്രബ് ചെയ്യണ്ട, ജസ്റ്റ് ഒന്ന് പാക്ക് കളഞ്ഞാൽ മതി. അപ്പോൾ ഞാൻ എൻ്റെ ഹോൾ കൈയും ഒന്ന് സ്ക്രബ് ചെയ്യുന്നുണ്ട് കേട്ടോ. സ്ക്രബ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ നിങ്ങളൊന്ന് വൈപ്പ് ചെയ്ത് കാണിക്കാം. അപ്പോൾ ഏകദേശം ഒരു 2 മിനിറ്റ്സ് ഞാൻ സ്ക്രബ് ചെയ്യട്ടെ. ലൈവായിട്ടാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് എൻ്റെ കയ്യിൽ എത്ര ആ ഒരു ബ്രൈറ്റ്നസ് വന്നിട്ടുണ്ടോ. ഇനി ഞാൻ എൻ്റെ കൈ ഫുള്ളൊന്ന് വൈപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് കാണിച്ചു തരാവേ. നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും, ഇത് അടിപൊളി ഡിഫറെൻ്റ് ആണ്, മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. നിങ്ങൾക്ക് തന്നെ ആ വ്യത്യാസം കാണാൻ പറ്റുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നന്നായിട്ടുണ്ട്. സോ ഇതിനൊരു തംസപ്പ് ആണ് കേട്ടോ, ബിഗ് തംസപ്പ് ആണ്.
വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നാളെ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വരാം. ബൈ.